നമ്മുടെ തൃക്കരിപ്പൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ UP സെക്ഷന് വേണ്ടി കിട്ടിയ ബിൽഡിംഗ് ആണ് അത്. 6 റൂമാണ് അവിടെ ഉള്ളത്. അപ്പോൾ UPയിൽ നമുക്ക് 6 ഡിവിഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളിന് ആദ്യകാലം മുതലേ ഉള്ള ബിൽഡിങ്ങിൽ ആദ്യമായിട്ട് ഒരു പുതിയ ബിൽഡിംഗ് കിട്ടിയത്. നല്ല സുഖസൗകര്യം, കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ UP കുട്ടികളാണ് നല്ല സൗകര്യത്തിലിരുന്ന് പഠിക്കുന്നത്. 4 ഫാനുണ്ട് റൂമിൽ, നല്ല ടൈലിട്ട ക്ലാസ് റൂമാണ്. പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടോയ്ലറ്റ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ. അങ്ങനെ എല്ലാ സൗകര്യവുമുള്ള ഒരു ബിൽഡിംഗ് കിട്ടിയത് നമ്മുടെ സ്കൂളിന് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നു. കാരണം കിഫ്ബിൻ്റെ ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ സ്കൂൾ പെട്ടതിൽ ഒരു നമുക്കൊരു ഭാഗ്യമായിട്ട് കാണുന്നു. കുട്ടികൾക്ക് വളരെ സന്തോഷമാണ്. അത് ഓരോരിക്ക ഞാൻ അവരെ ഈ ക്ലാസ്സിലേക്ക് എത്തിയാൽ നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് പോകുന്നില്ല ടീച്ചറെ, നമുക്ക് ഈ ക്ലാസ് തന്നെ വേണം എന്ന് ചെറിയ കുട്ടികളാണ്, 5ാം ക്ലാസ് മുതലുള്ള മക്കളാണ്. അപ്പോൾ അവരെ ആ ഒരു സംഭാഷണത്തിൽ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ്സിന് മക്കളെ നിങ്ങൾ കുറച്ച് ഇപ്പുറം മാറി ഇരിക്കുക എന്ന് പറയുമ്പോൾ വേണ്ട ടീച്ചർ ഇവിടെ 4 ഫാനുണ്ട്, നമുക്ക് ഈ ക്ലാസ് തന്നെ മതി എന്ന് പറയും. വളരെ സന്തോഷം തോന്നും. ഇനിയും ഇങ്ങനെയുള്ള പ്രൊജക്റ്റ് നമ്മുടെ സ്കൂളിന് കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കൊടക്കാട് ഗവൺമെൻറ് വെൽഫെയർ UP സ്കൂളാണ്. സ്വാഭാവികമായിട്ടും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒട്ടനവധി കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ്. അതിൽ ഏറ്റവും അവസാനം നിർമ്മിതമായ കെട്ടിടമാണ് നമ്മുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് തൊട്ടടുത്ത് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം എന്ന് പറയുന്നത്. 6 ക്ലാസ് മുറിയും അതിനകത്ത് തന്നെ 2 ടോയ്ലറ്റ് യൂണിറ്റുകളും 6 യൂറിനൽ യൂണിറ്റുകളും അതിനകത്ത് നമുക്ക് സജ്ജമായിട്ടുണ്ട്. ഞാൻ LKGന്ന് വേറെ ബിൽഡിങ്ങിലായിരുന്നു. അപ്പം ആ ബിൽഡിങ്ങിൽ വെള്ളം ചോരുന്നതും സൗകര്യങ്ങൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ബിൽഡിങ്ങിൽ നല്ലോണം സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ ബിൽഡിങ്ങിൽ കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാഷന്മാരിലും പെട്ടെന്ന് തന്നെ സഹായത്തിനായിട്ട് എത്തും. നമുക്കൊരു മുൻകാലങ്ങളിലെ ക്ലാസ് മുറി എന്ന് പറയുന്നത് ഓടിട്ടതും അതുപോലെ തന്നെ മുൻകാലങ്ങളിലെ ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നിട്ടതും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോഴ് കൃത്യമായി അടച്ചുറപ്പുള്ള ക്ലാസ് മുറിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പുറമേക്ക് നടന്നു വരുന്ന സമയത്ത് മുറ്റത്ത് ഇന്റർലോക്ക് അടക്കം ചെയ്തുകൊണ്ടാണ് അവിടെ കെട്ടിടം സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഞാൻ 4A ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ ബിൽഡിങ്ങിൽ ഞാൻ 3ാം ക്ലാസ് മുതലാണ് പഠിച്ചു തുടങ്ങിയത്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വേറെ ബിൽഡിങ്ങിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ബിൽഡിങ്ങിൽ ഈ ബിൽഡിങ്ങിലേക്ക് മാറുമ്പോൾ കളിക്കാനുള്ള സൗകര്യമുണ്ട്. ക്ലാസ്സിൽ തന്നെ പഠന പ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യമുണ്ട്. ആവശ്യത്തിന് ബെഞ്ചും ഡെസ്കും ഫാനും കഥാപുസ്തകങ്ങളും ഒക്കെയുണ്ട്. ഈ ബിൽഡിങ്ങിലേക്ക് മാറിയത് കൊണ്ട് എനിക്ക് വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പഠന പ്രവർത്തനങ്ങൾക്ക് നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ഇതിനകത്ത് തന്നെ സ്റ്റാഫ് റൂം ഒക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടീച്ചറെ പോയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നു. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ആദ്യം എത്തിയപ്പോൾ ഈ ബിൽഡിങ്ങിന് പകരം ഒരു പഴയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ കഴിഞ്ഞ കൊല്ലം മുതൽ ഇവിടെ പുതിയതായിട്ട് ഈ ബിൽഡിംഗ് പണിഞ്ഞു. ഈ ബിൽഡിങ്ങിന് വന്നപ്പോഴത്തേക്ക് കളിക്കാനും പഠിക്കാനും നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു. പഴയ ബിൽഡിങ്ങിനാണ് ചോർച്ചെല്ലാം ഉണ്ടായിരുന്നു. ഈ ബിൽഡിംഗ് ഇതിനെക്കാട്ടും നല്ല ബിൽഡിംഗ്. ഞാനിപ്പോ നല്ല ഹാപ്പിയാണ്. ഈ ബിൽഡിങ്ങിലാണെങ്കിൽ സ്റ്റാഫ് റൂം അടുത്താണ്, മാഷ്മാരൊക്കെ ആണെങ്കിൽ ഒരു നടന്നു പോയാൽ മതി. പിന്നെ ഈ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ ആയിട്ട് തന്നെ ഗ്രൗണ്ടും ഉണ്ട്. ഗ്രൗണ്ട് ആയതുകൊണ്ട് നല്ല വൃത്തിക്ക് കളിക്കാനും ടീച്ചർ വിടും. ബാത്റൂമും അടുത്ത് തന്നെയാണ്.